അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വിശുദ്ധ റമളാൻ ആദ്യത്തെ 10 ഏതാണ്ട് അവസാനിക്കാറായി വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാവരും റമളാനിലെ തറാവീഹ് നമസ്കാരവും നോമ്പും വിത്ർ നമസ്കാരവും വിശുദ്ധ ഖുർആൻ പാരായണവും വിക്റുകളും സ്വലാത്തുകളും ചൊല്ലലും സക്കാത്തും സദഖയും കൊടുക്കലുമൊക്കെയായി ശുദ്ധ റമളാൻ മാസത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ എൻ്റെ മുൻ പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങളുടെ ഒരു കണ്ടെയ്നറുമായിട്ടാണ് ഈ വിശുദ്ധ റമളാൻ നമ്മിലേക്ക് എത്തിക്കുന്നത്. ഈ കണ്ടെയ്നർ നിറയെ കോടാനുകോടിയുടെ മുത്തുകളും പവിഴങ്ങളുമെല്ലാം ഇരിക്കുമ്പോൾ നാം ഒരു ചെറിയ പേഴ്സോ ഒരു ചെറിയ ബാഗോ കൊണ്ടുപോയി അതിനകത്ത് മാത്രം ആവശ്യമുള്ള മുത്തുകളും വാരിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയായി പോകരുത്. ആ കണ്ടെയ്നറിനകത്ത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വെച്ചിരിക്കുന്ന മുഴുവൻ മുത്തുകളും പവിഴങ്ങളും വിലപിടിപ്പുള്ള സാധനങ്ങളും എല്ലാം നേടിയെടുക്കാൻ ഈ വിശുദ്ധ റമളാനാകുന്ന അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹത്തിന്റെ കണ്ടെയ്നറുകളിൽ നിറഞ്ഞിരിക്കുന്ന മൊത്തം അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു, ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നോമ്പ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വായ കൊണ്ടും വയറുകൊണ്ടും മാത്രം നിർവഹിച്ച് തീർക്കേണ്ട ഒരു കാര്യമല്ല. നോമ്പ് യഥാർത്ഥത്തിൽ ഭക്ഷണം ചുരുക്കിയത് കൊണ്ടോ വെള്ളം കുടിച്ചത് കൊണ്ടോ മാത്രം നോമ്പിന്റെ യഥാർത്ഥമായ ചൈതന്യവും ഫലവും നമുക്ക് കിട്ടില്ല. ഒരുപക്ഷെ നോമ്പിന്റെ ഫർള് നമുക്ക് വീടാൻ പറ്റും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ജീവിതത്തിൽ നിരവധി പ്രാവശ്യം നാം കേട്ടിട്ടുണ്ടാകും. എത്രയെത്രയോ നോമ്പുകാരാണ് പട്ടിണിയും വിശപ്പും ദാഹവുമല്ലാതെ മറ്റൊന്നും അവർക്ക് അവശേഷിക്കാറില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നോമ്പ് ഭക്ഷണം കുറയ്ക്കുക എന്ന അല്ലെങ്കിൽ പകല് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന ഒറ്റ കാരണം കൊണ്ട് നോമ്പിന്റെ ചൈതന്യവും അതിന്റെ ആത്മാവും അതിന്റെ അന്തസത്തയും നമുക്ക് കിട്ടാനും നമുക്ക് നീതി പുലർത്താനും കഴിഞ്ഞു എന്ന് നാം കരുതരുത്. നോമ്പ് നാം നമ്മുടെ വയറിനെ കൊണ്ട് നോമ്പെടുപ്പിക്കുന്നത് പോലെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ കൊണ്ട് നോമ്പെടുപ്പിക്കണം. അപ്പോഴാണ് നോമ്പിന്റെ ചൈതന്യം നമുക്ക് കിട്ടുക. ഏറ്റവും അധികം നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ്. നാവിനെ കൊണ്ട് നാം നോമ്പെടുപ്പിക്കണം. നാവിനെ കൊണ്ട് നോമ്പെടുപ്പിക്കുക എന്നാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ കസുറ കലാമുഹു കസുറ ദുനൂബുഹു മൻ കസുറ ദുനൂബുഹു മാത ഖൽബുഹു മൻ മാത ഖൽബുഹു ഫഹുവ ഫിന്നാർ. ആരുടെ സംസാരം അധികരിക്കുന്നുവോ, ആര് കൂടുതൽ സംസാരിക്കുന്നുവോ അവന്റെ പാപങ്ങൾ വർദ്ധിക്കും. ആരുടെ പാപങ്ങൾ വർദ്ധിക്കുന്നുവോ അവന്റെ ഹൃദയം മരിക്കും. ആരുടെ ഹൃദയം മരിച്ചോ അവൻ നരകത്തിലാവും. നാവ് എന്ന ഒറ്റ അവയവം കാരണം ഒരു മനുഷ്യന് നരകത്തിൽ പോകാൻ കഴിയും. സംസാരത്തെ വളരെയധികം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നാവിനെ തീർച്ചയായിട്ടും ഈ വിശുദ്ധ റമളാനിൽ അനാവശ്യ സംസാരങ്ങളിൽ നിന്ന് നാം നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. അനാവശ്യമായ ഒരു വാക്കുപോലും ഈ റമളാനിൽ നമ്മളിൽ നിന്ന് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നാവ് കൊണ്ട് ഒരാളെയും നമ്മൾ ആക്ഷേപിക്കരുത്, പരദൂഷണം പറയരുത്. പലപ്പോഴും നമ്മുടെ നാവ് അങ്ങോട്ട് മറ്റു പലരെ പറ്റിയും കേൾക്കുമ്പോൾ പറയാൻ വേണ്ടി നാവ് വെമ്പും. പക്ഷേ നാം നാവ് കൊണ്ട് ഒരു കാരണവശാലും മറ്റുള്ളവരെ പറ്റി മോശമായി പറയരുത്. നാവ് കൊണ്ട് ഒരാളെയും ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്, പരിഹസിക്കരുത്. ഈ വിശുദ്ധ റമളാനിൽ നാം നമ്മുടെ നാവിനെ നിർബന്ധമായും നാം സൂക്ഷിക്കുക തന്നെ ചെയ്യണം. അതുവഴി നാവിനെ നാം നോമ്പുള്ള നാവാക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കാതാണ്. നമ്മുടെ കാതിനെ ഒരു കാരണവശാലും നാം ഈ റമളാന്റെ അനുഗ്രഹീതമായ സമയങ്ങളിൽ ആര് നമ്മുടെ അടുക്കൽ വന്ന് മറ്റുള്ളവരെ പറ്റി മോശമായി പറയാൻ ശ്രമിക്കുന്നോ നമുക്ക് ഇച്ഛാശക്തിയോടെ പറയാൻ കഴിയണം, നോമ്പാണ്, റമളാനാണ്, ഒന്ന് നിർത്തുക, ഇതെനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന്. അത് സ്വന്തം വാപ്പായും ഉമ്മായും ഭാര്യയും മക്കളും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ബോസും ആര് പറഞ്ഞാലും ശരി നമുക്ക് പറയാൻ കഴിയണം, റമളാൻ ആയതുകൊണ്ട് എനിക്ക് ഈ പരദൂഷണം കേൾക്കാൻ കഴിയില്ല, ഈ ആക്ഷേപം കേൾക്കാൻ കഴിയില്ല, ഈ പരിഹാസം കേൾക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് നിർബന്ധമായിട്ടും നമ്മുടെ കാതിനെ കൊണ്ട് നോമ്പുള്ളതാക്കി ഒരു തെറ്റായ വർത്തമാനവും കേൾക്കാതെ, ഒരു ഹറാമായ പാട്ടും കേൾക്കാതെ, ഒരു ഹറാമായ ആക്ഷേപങ്ങളും കേൾക്കാതെ, ഒരു കോമഡി രംഗങ്ങളൊന്നും കേൾക്കാതെ, കോമഡി വർത്തമാനങ്ങൾ കേൾക്കാതെ, ഇതിൽ നിന്നൊക്കെ നമ്മുടെ കാതിനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ കാതിനെ നാം നോമ്പുള്ളതാക്കി മാറ്റണം. നമ്മുടെ കണ്ണിനെയും നാം നോമ്പുള്ളതാക്കി മാറ്റണം. ഈ വിശുദ്ധ റമളാനിൽ നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമായ ഒന്നും കാണില്ല എന്ന് ഉറച്ച ഒരു തീരുമാനം നാം എടുക്കണം. അത് പത്രങ്ങളിലായാലും ശരി,
TV-യിലായാലും ശരി, മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളിലായാലും ശരി, ഒരു കാരണവശാലും ഈ കണ്ണുകൊണ്ട് ഹറാം കാണില്ല എന്ന് വളരെ ഗൗരവമായ ഒരു തീരുമാനം നാം എടുക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണുകൊണ്ട് നമ്മുടെ കണ്ണിനെ നാം സൂക്ഷിക്കേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടെലിവിഷൻ. നാം ടെലിവിഷൻ 24 മണിക്കൂറും ടെലിവിഷന്റെ മുന്നിലിരുന്ന് ശീലിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും. വിശുദ്ധ റമളാനിലെങ്കിലും നമുക്കൊന്ന് കഴിയണം ആ ടെലിവിഷനിൽ നിന്ന് നമുക്കൊന്ന് മാറാൻ. നമ്മുടെ കണ്ണ്, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. പക്ഷെ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ വാർത്തകളും കാര്യങ്ങളും ഒക്കെ കേൾക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അൽഹംദുലില്ലാഹ്, ഈ വിശുദ്ധ റമളാൻ ആരംഭിച്ചതിന് ശേഷം എൻ്റെ ആശുപത്രിയിലെ മുറിയിലുള്ള TV ഞാൻ ഇന്ന് വരെ ഓൺ ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെയും ആ TV-യിൽ എന്ത് കാര്യം പുറത്തുണ്ടെന്ന് അറിഞ്ഞാലും TV ഓൺ ചെയ്ത് നോക്കാൻ ഞാൻ തയ്യാറല്ല. എന്തുകൊണ്ടെന്നാൽ TV ഓൺ ചെയ്താൽ അതിൽ നിന്ന് കാണുന്നത് ഹലാലായ കാഴ്ചകളാവൂല. നമ്മുടെ കണ്ണുകളെ സൂക്ഷിച്ചേ മതിയാവൂ. നാം വിശുദ്ധ റമളാനിലെങ്കിലും, എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്, വിശുദ്ധ റമളാനിലെങ്കിലും നമ്മുടെ കണ്ണുകളെ 100% സൂക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് കണ്ണുകളെയും നോമ്പുള്ളതാക്കി മാറ്റണം. മറ്റ് അവയവങ്ങളെ നോമ്പുള്ളതാക്കി മാറ്റുന്നതിനെ പറ്റി ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ ഞാൻ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമളാൻ മാസത്തെ ആദരിച്ചവരുടെ കൂട്ടത്തിൽപ്പെടുത്തി ഈ റമളാനിൽ കണ്ണും കാതും കൈയും കാലും ഒക്കെ നോമ്പ് നോറ്റ് യഥാർത്ഥ നോമ്പിന്റെ ചൈതന്യവും അന്തസത്തയും അതിന്റെ ജീവനും ഉൾക്കൊണ്ടവരാക്കി അള്ളാഹു എന്നെയും നിങ്ങളെയും മാറ്റുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.